അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഭാഗം 4. ഷീസ് അലൈഹിസ്സലാം ഉപ്പയുടെ തൊട്ടടുത്തുണ്ട്. വിലപ്പെട്ട ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് മഹാനായ ആദം നബി അലൈഹിസ്സലാം. എത്രയോ ഉപദേശങ്ങൾ നേരത്തെ നൽകിയിട്ടുണ്ട്. ഇത് അന്ത്യോപദേശമാണ്. പ്രിയപ്പെട്ട മകനെ, എൻ്റെ കാലം അവസാനിച്ചു. ഇനി അല്പസമയം മാത്രം. ഈ ജനതയെ നീ നയിക്കുക, സത്യത്തിലേക്കും ധർമ്മത്തിലേക്കും നയിക്കുക. ഇബ്ലീസിനെയും അവൻ്റെ സംഘത്തെയും കരുതിയിരിക്കുക. അവരാണ് നമ്മുടെ ശത്രുക്കൾ. അവരുടെ കാര്യത്തിൽ സദാ നേരവും ജാഗ്രത വേണം. അലസത പാടില്ല. അള്ളാഹുവിന് വേണ്ടി ജീവിക്കുക, അവൻ്റെ തൃപ്തിയിലായി മരിക്കുക. മരണത്തിൻ്റെ മാലാഖയെത്തി, റഹ്മത്തിൻ്റെ മലക്കുകളെത്തി. റൂഹ് പിടിക്കാൻ സമയമായി. ഭൂമിയിലെ ഭക്ഷണവും വെള്ളവും വായുവും അവസാനിച്ചു. ഇനി തിരിച്ചു പോകാം. ആദം അലൈഹിസ്സലാമിൻ്റെ ആദ്യകാലത്തെക്കുറിച്ച് മക്കൾ കേട്ടിട്ടുണ്ട്. അവരത് ഇപ്പോൾ ഓർക്കുന്നു. മണ്ണിനാൽ രൂപപ്പെടുത്തിയ മനുഷ്യരൂപം. അതിനകം ഇരുട്ടായിരുന്നു. പരിശുദ്ധ ലോകത്തു നിന്ന് റൂഹിനെ കൊണ്ടുവന്ന് ഈ ശരീരത്തിൽ പ്രവേശിക്കുക അള്ളാഹു റൂഹിനോട് കൽപ്പിച്ചു. റൂഹ് ശങ്കിച്ചു നിന്നു. ഇരുട്ടറയിൽ പ്രവേശിക്കാൻ മടി. വീണ്ടും നിർബന്ധിച്ചു. അപ്പോഴും സംശയിച്ചു നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദിവ്യപ്രകാശം ആദം അലൈഹിസ്സലാമിൻ്റെ നെറ്റിയിൽ പ്രവേശിച്ചു. ശരീരത്തിനകത്ത് പ്രകാശം പരന്നു. സന്തോഷത്തോടെ റൂഹ് അതിനകത്ത് കടന്നു. ആ റൂഹിനെ പിടിച്ചൂരി പുറത്തെടുക്കാൻ പോവുകയാണ്. ഉച്ചത്തിൽ തൗഹീദ് ചൊല്ലി. എല്ലാത്തിനും പുത്രൻ ഷീസ് അലൈഹിസ്സലാം സാക്ഷി. സ്വർഗത്തിൽ നിന്ന് എന്തെല്ലാം സാധനങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്! പലതരം സുഗന്ധദ്രവ്യങ്ങൾ, കഫൻ ചെയ്യാനുള്ള തുണി തുടങ്ങിയവ. വിശുദ്ധമായ റൂഹിനെ ഏറ്റെടുക്കാൻ മലക്കുകൾ സന്നദ്ധരായി നിൽക്കുന്നു. മലക്കുകളുടെ മഹാസംഘത്തെ ഹവ്വ റളിയല്ലാഹു അൻഹ കാണുന്നുണ്ട്. അവരുടെ നയനങ്ങൾ നിറഞ്ഞൊഴുകുകയാണ്. പ്രിയപ്പെട്ടവൻ മടങ്ങിപ്പോവുകയാണ്. ഭൂമിയിലേക്ക് ഒന്നിച്ചാണ് വന്നത്. ഇപ്പോൾ ഒറ്റയ്ക്ക് മടങ്ങിപ്പോകുന്നു. സഹിക്കാനാവാത്ത ദുഃഖം. ഒരു നിശ്ചിത കാലത്തെ ജീവിതത്തിന് വേണ്ടിയാണ് ഭൂമിയിലേക്ക് അയച്ചത്. 1000 വർഷങ്ങളോളം ദുരിതങ്ങൾ തരണം ചെയ്ത് ജീവിച്ചു. ഭൂമിയിൽ മനുഷ്യവാസത്തിന് അടിത്തറ പാകി. സമയം കഴിഞ്ഞു. അള്ളാഹു തിരിച്ചു വിളിച്ചു. രാജാവിനെ വരവേൽക്കും പോലെ കൊണ്ടുപോവുകയാണ്. പ്രകൃതി പോലും നിശ്ചലം. വീണ്ടും ഉറക്കെ തൗഹീദ് ചൊല്ലി. കണ്ണുകളടഞ്ഞു. ശ്വാസം നിലച്ചു. എല്ലാം ശാന്തം. ആത്മാവ് മലക്കുകൾ ആദരവോടെ കൊണ്ടുപോയി. ഹവ്വ റളിയല്ലാഹു അൻഹ നെടുവീർപ്പിട്ടു. നിശ്ചലമായ ശരീരത്തിലേക്ക് നോക്കി. പ്രിയ ഭർത്താവിൻ്റെ മയ്യിത്ത്. ജിബ്രീൽ അലൈഹിസ്സലാം ഷീസ് അലൈഹിസ്സലാമിനോടിങ്ങനെ പറഞ്ഞു: മയ്യത്ത് സംസ്കരണം തുടങ്ങുകയാണ്. എല്ലാം കണ്ട് പഠിച്ചുകൊള്ളുക. നിങ്ങളിലൊരാൾ മരിച്ചാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. മയ്യത്ത് കുളിപ്പിച്ചു. പുത്രന്മാരും മറ്റും കണ്ടുപഠിച്ചു. പിന്നീട് കഫൻ ചെയ്തു. അതും കണ്ടുപഠിച്ചു. മയ്യത്ത് കഅബ ഷരീഫിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് മയ്യത്ത് നിസ്കാരം നടന്നു. അതിന് ജിബ്രീൽ അലൈഹിസ്സലാം നേതൃത്വം നൽകി. ഷീസ് അലൈഹിസ്സലാം നേതൃത്വം നൽകി എന്നും അഭിപ്രായമുണ്ട്. മസ്ജിദുൽ ഖൈഫിന് സമീപം ഖബറടക്കി എന്ന് റിപ്പോർട്ടുണ്ട്. അതല്ല, അബൂ ഖുബൈസ് മലയിലാണെന്നും അഭിപ്രായമുണ്ട്. സറം ദ്വീപിലെ ആദം മലയിലാണെന്നും റിപ്പോർട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തുടരും.